തവസ്സുലും ഇസ്തിഗാസയും ചെയ്യുന്നവരാണ് മുഅ്മിനീങ്ങളായ ആളുകൾ. അത് ശിർക്കാണ്, കുഫ്റാണെന്ന് പറഞ്ഞു നടക്കുന്നവരോട് അവരോട് ദീൻ പഠിക്കണം എന്നേ നമുക്ക് പറയാനുള്ളൂ. ബിസ്മില്ലാ അൽഹംദുലില്ലാ. പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ശക്തമായി താക്കീത് ചെയ്ത കാര്യമാണ് നിങ്ങൾ ജൂത നസ്രാനികളെ പിൻപറ്റാൻ പാടില്ല. അവരുടെ സ്വഭാവ ഗുണങ്ങൾ പലപ്പോഴും നിങ്ങളിൽ വന്നു ചേരുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. നോക്കൂ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിൽ കാണാൻ പറ്റും, നിങ്ങൾ ജൂത നസ്രാനികളുടെ ചര്യ നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും. ഏതുവരേക്ക്? ചാണിന് ചാണായി, മുഴത്തിന് മുഴമായി. അതേപോലെ തന്നെ അവരുടെ സ്വഭാവം എന്താണ്? അവർ ഖബറുകൾ കെട്ടി ഉയർത്തി അവിടെ ആരാധന കേന്ദ്രമാക്കും. ദീനിലുള്ള പല നിയമങ്ങളും മറച്ചു വെക്കും. അവർക്ക് വേദഗ്രന്ഥങ്ങളിൽ അവർക്ക് ആവശ്യമുള്ളത് സ്വീകരിക്കുകയും ആവശ്യമില്ലാത്തത് തള്ളിക്കളയും ചെയ്യും. അള്ളാഹുവിന്റെ പേരിൽ അറിവില്ലാത്ത കാര്യങ്ങൾ പറയും. അള്ളാഹുവിന്റെ പേരിൽ കളവ് പറയും. സത്യവും അസത്യവും കൂട്ടിക്കുഴക്കും. നിങ്ങൾ അറിഞ്ഞുകൊണ്ട് എന്തിനാണ് വേദക്കാരെ സത്യവും അസത്യവും കൂട്ടിക്കലർത്തുന്നത് എന്ന് അവരോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ചോദിച്ചിട്ടുണ്ട്. ഒരു വലിയ ഉസ്താദ്, നമ്മുടെ മാലിക് ദിനാർ പള്ളിയിലെ ഖതീബായിട്ടുള്ള വലിയ ജമാഅത്തുള്ള വലിയ ഒരു ഉസ്താദ് സത്യവും അസത്യവും കൂട്ടിക്കഴച്ചുകൊണ്ട് ഷിർക്കിനെ സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സംസാരം നിങ്ങളൊന്ന് കേട്ടു നോക്കും. നബിയേ, എനിക്ക് കണ്ണില്ല, എനിക്ക് അള്ളാഹുവിനോട് എനിക്ക് വേണ്ടി അങ്ങൊന്ന് ദുആ ചെയ്യണം. കേട്ടോളി, സഹീഹായ ഹദീസാ പറയുന്നത്. സംശയമുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഈ റൂമിലുണ്ടാകും, പള്ളിയുടെ ഭാഗത്ത്, ആർക്കും വരാം, ചോദിക്കാം. എന്റെ കണ്ണിന് സുഖപ്പെടാൻ അങ്ങയെ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. ഹബീബായ മുത്തുനബി പറഞ്ഞു, ഇൻശിഅത, നിനക്ക് അങ്ങനെ ഉദ്ദേശം ഉണ്ടെങ്കിൽ ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യാം, അല്ലെങ്കിൽ സബർത, ക്ഷമിക്കുക, ഫഹുവ ഖൈറുൽ ലക, ക്ഷമിക്കലായിരിക്കും നല്ലത്. എന്ത് ചെയ്യണം? പ്രിയമുള്ളവരെ, ഇദ്ദേഹം മരണപ്പെട്ടു പോയ ആളുകളോട് ഇസ്തിഗാസ ചെയ്യാൻ വേണ്ടി തെളിവുണ്ടാക്കുകയാണ്. എന്താണ് തെളിവ്? അദ്ദേഹത്തിന് ഒരു സ്വഹാബി, അദ്ദേഹത്തിന് കണ്ണിന് കാഴ്ചക്ക് പരിമിതിയുണ്ട്. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ജീവനോടെ ഉണ്ടാവുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നുകൊണ്ട്, അള്ളാഹുവിന്റെ റസൂലെ, എനിക്ക് കാഴ്ച തിരിച്ചു കിട്ടാൻ വേണ്ടി അങ്ങ് അള്ളാഹുവിനോട് ദുആ ചെയ്യണമെന്ന് പറയാൻ വേണ്ടി, ആവശ്യപ്പെടാൻ വേണ്ടി വരുന്നുണ്ട്. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അദ്ദേഹത്തിന് കാഴ്ച തിരിച്ചു കിട്ടിയാൽ ഖൈറുണ്ടാകുമോ ഷർറായിരിക്കുമോ എന്നൊന്നും പ്രവാചകൻ അറിയില്ല. അതുകൊണ്ട് പ്രവാചകൻ പറയാണ്, അള്ളാഹു നിനക്ക് നൽകിയതല്ലേ, ഇത് ക്ഷമിക്കുകയാണെങ്കിൽ ആണ് ഖൈറ്, അല്ല നീ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാം. അപ്പോൾ അദ്ദേഹം പറയാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നബിയെ. അങ്ങനെ അദ്ദേഹത്തിന് വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഞാൻ താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, എങ്കിൽ താങ്കൾ ചില കാര്യങ്ങൾ ചെയ്യണം. എന്താണ് ചെയ്യേണ്ടത്? താങ്കൾ പോയി നന്നായി വുളൂ ചെയ്യണം പരിപൂർണ രൂപത്തിൽ. എന്നിട്ട് 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കണം. നമസ്കരിച്ച ശേഷം അള്ളാഹുവിനോട് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കണം. എന്നിട്ട് ഒരു പ്രാർത്ഥന അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ആ പ്രാർത്ഥന എന്താണ്? ഞാൻ മുത്തു മുഹമ്മദ് മുസ്തഫ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട്, അഥവാ റസൂലിന്റെ പ്രാർത്ഥന കൊണ്ട്, അള്ളാഹുവെ ഞാൻ നിന്നിലേക്ക് മുന്നിട്ടിരിക്കുകയാണ്. അള്ളാഹുവെ, ആ റസൂൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ പ്രാർത്ഥന അള്ളാഹുവെ നീ സ്വീകരിക്കണേ എന്ന് താങ്കളും പ്രാർത്ഥിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്തു എന്നാണ്. ഇതാണ് ഈ ആൾക്ക് മരിച്ചതിന് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ച് ദുആ ചെയ്യാനും മരണപ്പെട്ടു പോയ ആളുകളെ വിളിച്ചിട്ട് ദുആ ചെയ്യാനും തെളിവ്. ഈ കാര്യം നേരെ സമസ്തയുടെ വിശ്വാസത്തിനും ഈ മജീദ് വാക്കഫി പഠിപ്പിക്കുന്ന വിശ്വാസത്തിനെതിരാണ്. ഒന്നാമതായി നിങ്ങൾ എന്താണ് ജനങ്ങളെ പഠിപ്പിക്കുന്നുള്ളത്? വല്ലേ നീലത്തിന്നും എന്നെ വീളിപ്പോർക്ക് വായ്കൂടാ മുമ്പ് ഉത്തരം നൽകുമെന്നാണ് നിങ്ങൾ പഠിപ്പിക്കുന്നുള്ളത്. നിങ്ങൾ പുസ്തകങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ സ്വഹാബി അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല. അങ്ങനെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വരേണ്ട ആവശ്യമില്ല. അദ്ദേഹം വീട്ടിൽ നിന്ന് റസൂലിനെ വിളിക്കാമായിരുന്നു. ജീവനോടെ ഉണ്ടാവുമ്പോൾ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് അദ്ദേഹം വന്നു, കാഴ്ചക്ക് പരിമിതി ഉണ്ടായിട്ട് പോലും. രണ്ടാമത് നിങ്ങൾ എന്താണ് പഠിപ്പിക്കുന്നുള്ളത്? മുഅ്ജിസത്ത് കറാമത്ത് എന്ന് പറഞ്ഞാൽ കൊടുത്തു വെച്ച കഴിവാണ്, യഥേഷ്ടം ഉപയോഗിക്കാൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിൽ വന്നിട്ട് നമുക്ക് അദ്ദേഹത്തോട് പറയണ, മുഅ്ജിസത്ത് എനിക്ക് തന്നു വെച്ചിട്ടുണ്ട്, എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് എന്റെ കാഴ്ച ശക്തി എന്നാ തിരിച്ചു പിടിച്ചോ, തിരിച്ച് കൊടുത്തോ. നിങ്ങളുടെ ഔലിയാക്കന്മാരെ കുറിച്ച് നിങ്ങൾ എന്താണ് പരിചയപ്പെടുത്തുന്നുള്ളത്? വേണ്ട എന്ന് പറഞ്ഞു, രോഗം മാറി. വയറ്റിലുള്ള കുഞ്ഞ് പെണ്ണായി പോയി, ഷെയ്ഖിന്റെ അടുത്ത് പോയി ആണാവട്ടെ മാറട്ടെ എന്ന് പറഞ്ഞു, ആണായി. മരിച്ച ആളുകളോട് ജീവിക്കപ്പെട്ടെ എനിക്ക് മരണമായിട്ടില്ല, വാ ജീവനിലേക്ക് വാന്ന് പറഞ്ഞിട്ട് അവർക്ക് ജീവൻ കൊടുത്തു. ഈ രൂപത്തിൽ നിങ്ങൾ ഔലിയാക്കന്മാരെ നിങ്ങൾ പരിചയപ്പെടുത്തുന്നുള്ളത്. പക്ഷെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ എന്താണ് പഠിപ്പിച്ചത്? അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ. ഞാനും താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, താങ്കളും ആ പ്രാർത്ഥന സ്വീകരിക്കാൻ വേണ്ടി താങ്കളും പ്രാർത്ഥിക്കണം. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവനോടെ ഉണ്ടാവുമ്പോൾ പ്രാർത്ഥിക്കാൻ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെടുകയാണ് ചെയ്തത്. ഇത് മരണത്തിന് ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിളിച്ചിട്ട് വല്ലേ നീലത്തു നിന്നും എന്നെ വിളിപ്പോർക്ക് വായ്കൂടാ മുമ്പ് ഉത്തരം നൽകാൻ തെളിവായി ആരാണ് മുസ്ലിയാരെ നിങ്ങൾക്ക് പഠിപ്പിച്ചത്? നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇജ്തിഹാദ് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. നിങ്ങൾ തഖ്ലീദ് ചെയ്യുന്ന ആളുകളല്ലേ. ഏത് മദ്ഹബിന്റെ ഇമാമാണ് ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ രൂപത്തിൽ പഠിപ്പിച്ചത്? നിങ്ങൾ പറയാണ് റസൂലാണ് ഇസ്തിഗാസ പഠിപ്പിച്ചിട്ടുള്ളത്, അഥവാ മരണത്തിന് ശേഷം റസൂലിനെ വിളിച്ചിട്ട് ദുആ ചെയ്യാൻ പഠിപ്പിച്ചത്. എങ്കിൽ നിങ്ങൾ എന്തിനാണ് അതിന്റെ ഹുക്മ ചോദിക്കുമ്പോൾ അത് വെറും ജായിസ് ആണെന്ന് പറയുന്നുള്ളത്? ഒന്നെങ്കിൽ സുന്നത്താണെന്ന് പറയണം നിങ്ങൾ,
അതല്ലെങ്കിൽ വാജിബാണെന്ന് പറയണം. നിങ്ങൾ എന്തിനാണ് അത് വെറും അതൊരു മുബാഹായിട്ടുള്ള ഒരു കാര്യമാണെന്ന് എന്തിനാണ് ജനങ്ങളോട് പഠിപ്പിച്ചു കൊടുക്കുന്നുള്ളത്? അതേപോലെ തന്നെ ഇത് നിങ്ങളുടെ വിശ്വാസങ്ങൾക്കെതിരാണ്, നിങ്ങളുടെ ചെയ്തികൾക്കെതിരാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജീവനോടെ ഉണ്ടാകുമ്പോൾ ആ സദസ്സിൽ പോയി ആ സ്വഹാബി പറഞ്ഞത് നാട്ടിൽ നിന്ന് നമ്മൾക്ക് വിളിക്കാനുള്ള തെളിവല്ല മുസ്ലിയാരെ. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഒരു സ്ത്രീ വന്നിട്ട് ചില കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ആ ചോദിക്കുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഇനി ഒരു പ്രാവശ്യം നീ തിരിച്ചു വാ, അപ്പൊ ഞാൻ ഇതിനുള്ള ബാക്കി കാര്യങ്ങൾ കൂടി ചെയ്തു തരാം. അപ്പൊ ആ സ്ത്രീ ചോദിക്കുകയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, ഇനി അടുത്ത പ്രാവശ്യം ഞാൻ വരുന്ന സമയത്ത് താങ്കൾ ജീവനോടെ ഇല്ലെങ്കിലോ, അവിടെ താങ്കളെ കണ്ടില്ലെങ്കിലോ, അതുകൊണ്ടുള്ള ഉദ്ദേശം ആ റാവി പറയാണ് റസൂലിന്റെ മൗത്താണ് അവർ ഉദ്ദേശിച്ചത്. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ഞാൻ അഥവാ ഞാൻ മരണപ്പെട്ടു പോയാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് പോകണം. അവിടെ കാണുന്നത് ഹദീസാണ് അവിടെ. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ നാട്ടിൽ നിന്ന് എന്നെ വിളിച്ചോ, ഞാൻ സഹായിക്കാം, അല്ലെങ്കിൽ എന്റെ ഖബറിന്റെ അടുത്ത് വന്നോ എന്നല്ല പറഞ്ഞത്. അവിടെ ജീവനോടെയുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ അടുത്തേക്കാണ് പോകാൻ വേണ്ടി പറയുന്നുള്ളത്. നിങ്ങൾ ഈ ദുർവ്യാഖ്യാനങ്ങൾ എത്രമാത്രം അബദ്ധത്തിലേക്കാണ് കൊണ്ടെത്തിച്ചതെന്ന് അറിയോ മുസ്ലിയാരെ? അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ട സമയത്ത് മരണപ്പെട്ട ആളുകളോട് പ്രാർത്ഥിക്കുന്ന ആളുകൾ നിങ്ങളുടെ അതേ ദർഗയിൽ വന്നുകൊണ്ട് ഒരു കൊലക്കേസ് പ്രതിയായിട്ടുള്ള ഇപ്പൊ ഈ അടുത്ത് അറസ്റ്റായ ഉവൈസ് എന്ന വ്യക്തി മരണപ്പെട്ട ആളുകളോട് പ്രാർത്ഥിക്കുന്ന ഒരു രൂപം നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഏൽപ്പിച്ചിരിക്കുന്നു റബ്ബേ, എന്റെ കാര്യം മുഹമ്മദ് നബി പറയുമ്പോൾ അതിനെ സ്വീകരിക്കണേ അല്ലാഹ്. ആ ദുആ അങ്ങ് പഠിപ്പിച്ചു കൊടുത്തു. ആ മനുഷ്യൻ പോയിട്ട് വുളൂ ചെയ്ത് നിസ്കാരം നടത്തി ഈ ദുആ അങ്ങ് നിർവഹിച്ചു. അദ്ദേഹത്തിന്റെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടി. തവസ്സുലും ഇസ്തിഗാസയും ചെയ്യുന്നവരാണ് മുഅ്മിനീങ്ങളായ ആളുകൾ. അത് ശിർക്കാണ്, കുഫറാണെന്ന് പറഞ്ഞു നടക്കുന്നവരോട് അവരോട് ദീൻ പഠിക്കണം എന്നേ നമുക്ക് പറയാനുള്ളൂ. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആലയോട് പ്രാർത്ഥിക്കേണ്ട സമയത്ത് നേരിട്ട് മരണപ്പെട്ടു പോയ ആളുകളോട് പ്രാർത്ഥിക്കുകയാണ്. ഈ ഉസ്താദന്മാരുടെ ദുർവ്യാഖ്യാനങ്ങളും ന്യായീകരണവും കേട്ട് നോക്കൂ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബർ കെട്ടിപ്പൊക്കുന്നത് വിരോധിച്ച കാര്യമാണ്. കാരണം മുസ്ലിം ഉമ്മത്തിന്റെ ഇടയിൽ ആദ്യമായി ശിർക്ക് വന്നത് ഖബറുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. അതുകൊണ്ട് ആദ്യകാലങ്ങളിൽ, ഇസ്ലാമിന്റെ ആദ്യകാലങ്ങളിൽ ഖബർ സിയാറത്ത് പോലും നിരോധിച്ചിരുന്നു. പിന്നീട് അവർ തൗഹീദ് ഉറച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബർ സിയാറത്ത് സുന്നത്താക്കി. എന്തിനു വേണ്ടിയിട്ട്? പാരത്രിക ലോകത്തെ ഓർക്കാൻ വേണ്ടിയിട്ട്, മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി, അതേപോലെ നമ്മളെ കണ്ണുകൾ ഈറനണിയിപ്പിക്കാൻ വേണ്ടി. എന്നാൽ ഇന്നോ മരണപ്പെട്ട ആളുകളോട് നേരിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി, അവിടെ നേർച്ച വഴിപാടുകൾ അർപ്പിക്കാൻ വേണ്ടി, അവിടെ വരമേൽപ്പിക്കാൻ വേണ്ടി, അവിടെ ഉറൂസിന്റെ ഉത്സവത്തിന്റെ കേന്ദ്രമാക്കി. അമുസ്ലിങ്ങൾ അമ്പലത്തിൽ ചെയ്യുന്നത് പോലെ തന്നെ അവര് നിർത്തിവെച്ച വിഗ്രഹമാണെങ്കിൽ ഇവർ കിടത്തിയ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി. ലഹനല്ലാഹ യഹൂദ വന്നസാറ, അവരെന്താണ് ചെയ്തത്? അള്ളാഹുവിന്റെ ശാപമുണ്ട് ജൂത നസ്രാനികൾക്ക്. എന്താണ് ചെയ്തത്? ഇത്തഖദു ഖുബൂർ അംബിയാഇ മസാജിദ, അവരുടെ പ്രവാചകന്മാരുടെ കബറിടങ്ങളെ ആരാധനയുടെ കേന്ദ്രമാക്കി. അവരോട് വിളിച്ച് പ്രാർത്ഥിച്ചതല്ല, ആ ആരാധനയുടെ അള്ളാഹുവിനെ ആരാധിക്കുന്ന കേന്ദ്രമാക്കി, മസാജിദുകളാക്കി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അവരെ പിൻപറ്റാൻ പാടില്ല, ഉണരുവീൻ, നിശ്ചയമായും നിങ്ങളുടെ മുൻപുള്ളവർ അവരുടെ നബിമാരുടെയും അവരുടെ സദ്വൃത്തരുടെയും ഖബറുകളെ പള്ളികളാക്കി സ്വീകരിച്ചിരിക്കുന്നു. അതിനാൽ നിങ്ങൾ ഖബറുകളെ പള്ളിയാക്കരുത്, അവിടെ ആരാധനന്റെ കേന്ദ്രമാക്കൽ. നിശ്ചയമായും അതിനെപ്പറ്റി നിങ്ങളോട് ഞാൻ വിരോധിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിന് നേരെ എതിരി പ്രവർത്തിക്കുകയും ഷിർക്ക്, ബിദ്അത്ത്, ഖുറാഫാത്തുകൾ നടമാടുകയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന മരണപ്പെട്ട ആളുകളോട് പ്രാർത്ഥിക്കുകയും എന്നിട്ട് വാദം പറയും ഞങ്ങൾ സുന്നികളാണ്, ഞങ്ങളാണ് യഥാർത്ഥ അഹ്ലു സുന്നത്തിന്റെ ആളുകൾ. സഹോദരങ്ങളെ, ഇങ്ങനെ ഒരു മതം അള്ളാഹു പഠിപ്പിച്ചിട്ടില്ല, റസൂല് മതമാക്കി തന്നിട്ടില്ല. ഇത് ഇസ്ലാം അല്ല. ഈ ഒരു വിശ്വാസ ആചാര കർമ്മങ്ങളോട് കൂടിയാണ് നിങ്ങൾ മരണപ്പെടുന്നുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത് ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വ യഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ഷിർക്ക് എന്ന പാപം അള്ളാഹു ഒരിക്കലും പുറത്തു തരില്ല. അതല്ലാത്ത കാര്യങ്ങൾ അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് പുറത്തു തരും. അതേപോലെ തന്നെ ആരെങ്കിലും ഷിർക്ക് ചെയ്തു കഴിഞ്ഞാൽ അവന്റെ കർമ്മങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല നിഷ്ഫലമാക്കി കളയും. അതേപോലെ തന്നെ ശാശ്വതമായിട്ടുള്ള നരകമായിരിക്കും. സ്വർഗം ഈ ആളുകൾക്ക് നിഷിദ്ധമായിരിക്കും. അള്ളാഹുവിന്റെ ദീൻ പഠിക്കാൻ വേണ്ടി തയ്യാറാകുക. സത്യവും അസത്യവും കൂട്ടിക്കലർത്തി ജൂതന്മാരെയും നസ്രാണികളെയും പിൻപറ്റുന്ന ഈ ആളുകളുടെ വാക്കുകളിൽ നിങ്ങൾ
ചെവി കൊടുക്കാതെ നിങ്ങൾ അള്ളാഹുവിന്റെ ഖുർആനിലേക്കും റസൂലിന്റെ ഹദീസുകളിലേക്കും ആ സ്വലഫ് സ്വാലിഹീങ്ങളായി അള്ളാഹു സുബ്ഹാനഹു തആല തൃപ്തിപ്പെട്ട ആ സ്വഹാബ കിറാമിന്റെ ചര്യയിലേക്കും നിങ്ങൾ മടങ്ങാൻ ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല നാം ഓരോരുത്തർക്കും അത് പഠിക്കാനും മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും ജീവിതത്തിന്റെ ഭാഗമായി അതിൽ നിലനിൽക്കാനും മരണപ്പെടുമ്പോൾ യഥാർത്ഥ തൗഹീദ് ഉൾക്കൊണ്ട് മരണപ്പെടുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.